നമസ്കാരം. ഫുട്ബോൾ എന്നത് ചിലപ്പോൾ വെറുമൊരു കളിയല്ല, മറിച്ച് മനുഷ്യൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന കണ്ണീരും പുഞ്ചിരിയും ഒന്നിച്ചു ചേർത്ത് വെച്ച ഒരു വികാരമാണ്. പച്ചപ്പുല്ലിലെ ആ 90 മിനിറ്റുകൾക്കുള്ളിൽ ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സങ്കടങ്ങളും അടക്കം ചെയ്തിട്ടുണ്ടാകാം. ഈ ലോകകപ്പിൽ മൊറോക്കോ എന്ന ആഫ്രിക്കൻ രാജ്യം തങ്ങളുടെ കാൽക്കരുത്ത് കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുമ്പോൾ അത് കേവലം കളിയിലെ ജയപരാജയങ്ങൾക്കുമപ്പുറം ഹൃദയസ്പർശിയായ ഒരു പുനർജന്മത്തിൻ്റെ കഥയായി മാറുകയാണ്. കളിക്കളത്തിലെ തന്ത്രങ്ങളെക്കാൾ അവരെ നയിക്കുന്ന സ്നേഹവും മുൻകാലങ്ങളിലെ പരാജയങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും അവർ നേടിയെടുത്ത കരുത്തും ഓരോ മൊറോക്കോക്കാരൻ്റെയും കണ്ണുകളിൽ ഇന്ന് കാണാം. ചരിത്ര പ്രസിദ്ധമായ ബോസ്റ്റൺ നഗരത്തിൽ ഫ്രാൻസിനെതിരെ അവർ ക്വാർട്ടർ ഫൈനലിൽ ഇറങ്ങുമ്പോൾ അതൊരു പ്രതികാരത്തിൻ്റെയോ വെറുമൊരു മത്സരത്തിൻ്റെയോ കഥയല്ല, മറിച്ച് തങ്ങളെ ചെറുതായി കണ്ട ലോകത്തിനു മുന്നിൽ നെഞ്ച് വിരിച്ചു നിൽക്കുന്ന ആഫ്രിക്കൻ ജനതയുടെ ആത്മാഭിമാനത്തിൻ്റെ പോരാട്ടമാണ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിയുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. മൊറോക്കൻ താരം ബ്രാഹിം ഡയസിൻ്റെ ജീവിതത്തിൽ ആ കറുത്ത നിമിഷം കടന്നു വന്നത് ഈ വർഷം ആദ്യം നടന്ന ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഫൈനലിലായിരുന്നു. ടൂർണമെൻറ്റിൽ ഉടനീളം 5 ഗോളുകളുമായി ടീമിൻ്റെ രാജകുമാരനായി തിളങ്ങി നിന്ന ഡയസ് സെനഗലിനെതിരെയുള്ള ആ നിർണായക മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പെനാൽറ്റി എടുക്കാൻ മുന്നോട്ട് വരുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും ആ കാലുകളിലായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അദ്ദേഹം എടുത്ത ആ ദുർബലമായ പനാഗെ കിക്ക് സെനഗൽ ഗോൾ കീപ്പറുടെ കൈകളിൽ ഒതുങ്ങിയപ്പോൾ മൊറോക്കോയുടെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നു വീഴുന്നത്. റാബാറ്റിലെ സ്റ്റേഡിയവും ആ രാജ്യവും ഒരുപോലെ നിശബ്ദമായി. പിറ്റേന്ന് രാവിലെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയ ടാക്സി ഡ്രൈവർ മുതൽ രാജ്യം മുഴുവൻ ആ സ്പെയിനിൽ ജനിച്ച ചെറുപ്പക്കാരനെ ക്രൂരമായി വേട്ടയാടുകയായിരുന്നു. അവൻ തങ്ങളുടെ സ്വന്തക്കാരനല്ല എന്നും അന്യനാട്ടുകാരനാണ് എന്നുമുള്ള ആക്ഷേപങ്ങൾ അവൻ്റെ ഹൃദയം തകർത്തു കളഞ്ഞു. എന്നാൽ കളി കനൽ പോലെ ഉള്ളിൽ സൂക്ഷിച്ച ഡയസ് തകർന്നു പോയില്ല. ഈ ലോകകപ്പിൽ 4 അസിസ്റ്റുകളുമായി അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായൊരു പ്രായശ്ചിത്തത്തിൻ്റെ കഥയാകുന്നു. എനിക്ക് വ്യക്തിഗത നേട്ടങ്ങളല്ല പ്രധാനം, എൻ്റെ രാജ്യം ജയിക്കണം, അതിനായി ഞാൻ ഈ സമ്മർദ്ദങ്ങളെയെല്ലാം നെഞ്ചേറ്റുന്നു എന്ന് ഡയസ് പറയുമ്പോൾ ആ വാക്കുകളിൽ പറ്റാത്ത മാതൃരാജ്യ സ്നേഹത്തിൻ്റെ ഈണമുണ്ട്. മൊറോക്കോയുടെ ഈ പുതിയ കുതിപ്പിന് പിന്നിൽ ഫ്രാൻസിൻ്റെ മണ്ണിൽ ജനിച്ച് ഫ്രഞ്ച് കൗമാര ടീമിൻ്റെ ക്യാപ്റ്റനായി വളർന്ന് ഒടുവിൽ തൻ്റെ മാതാപിതാക്കളുടെ മണ്ണിലേക്ക് തിരികെ വന്ന അയൂബ് ബൊവാഡി എന്ന 18-കാരൻ്റെ കരളലിയിക്കുന്ന കഥയുമുണ്ട്. ഫ്രാൻസിൻ്റെ നീലക്കുപ്പായം അണിഞ്ഞ് ലോകകപ്പ് കളിക്കേണ്ടിയിരുന്ന ഈ അത്ഭുത പ്രതിഭയെ ഫ്രഞ്ച് കോച്ച് ദിദിയർ ദെഷാംസ് അവഗണിച്ചപ്പോൾ മൊറോക്കോയുടെ പുതിയ കോച്ച് മുഹമ്മദ് ഔഹാബി അവനെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. നിനക്ക് ഞങ്ങളുടെ നെഞ്ചിൽ ഇടമുണ്ടെന്ന് ഉറപ്പ് നൽകി. ഇന്ന് താൻ ജനിച്ചു വളർന്ന ഫ്രാൻസിനെതിരെ തന്നെ തൻ്റെ ചോരയും നീരും നൽകിയ മാതാപിതാക്കളുടെ രാജ്യത്തിനായി ബൊവാഡി കളത്തിലിറങ്ങുമ്പോൾ അതൊരു വൈകാരികമായ പ്രതിസന്ധിയാണ്. തന്നെ വേണ്ടെന്ന് വെച്ചവർക്ക് മുന്നിൽ തനിക്ക് അഭയം നൽകിയ ചുവന്ന പതാകയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കൗമാരക്കാരൻ നിൽക്കുമ്പോൾ ഫുട്ബോൾ ലോകത്തിൻ്റെ കണ്ണ് നിറയുകയാണ്. മുൻകോച്ച് വാലിദ് റഗ്രാവിക്ക് ശേഷം വലിയ വിമർശനങ്ങൾക്കിടയിലാണ് യുവജന ഫുട്ബോളിൽ മാത്രം പരിചയമുള്ള മുഹമ്മദ് ഔഹാബി മൊറോക്കോയുടെ പരിശീലകനായി വരുന്നത്. എന്നാൽ പ്രതിരോധ കളിയിൽ നിന്നും മാറി ലോകത്തിലെ വമ്പന്മാരോട് നെഞ്ചുവിരിച്ച് പോരാടാൻ അദ്ദേഹം തൻ്റെ കുട്ടികളെ പഠിപ്പിച്ചു. ഹോളണ്ടിനെ പോലെയുള്ള വമ്പന്മാരെ കളിക്കളത്തിൽ മുട്ടുകുതിച്ചപ്പോൾ അത് കേവലം ഒരു തന്ത്രത്തിൻ്റെ വിജയമായിരുന്നില്ല, പരസ്പരം വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഒത്തൊരുമയായിരുന്നു. എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ മൊറോക്കോ ഒരു മുറിവേറ്റ സിംഹത്തെ പോലെയാണ്. അവരുടെ പ്രിയപ്പെട്ട താരങ്ങളായ നായഫ് അഗ്വേഡും അബ്ദെ എസൽഗുലിയും ഒപ്പം 3 ഗോളുകളുടെ ടീമിൻ്റെ ജീവനായിരുന്ന ഇസ്മായിൽ സൈബാരിയും പരിക്കേറ്റ് പുറത്താണ്. എങ്കിലും ഒട്ടും ഭയമില്ലാതെ തങ്ങൾ ലോകകപ്പ് ജയിക്കാൻ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ കളി കണ്ട് മടങ്ങാനല്ല എന്ന കോച്ച് ഔഹാബി പറയുമ്പോൾ അത് ആ ജനതയുടെ പോരാട്ടവീര്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. 4 വർഷം മുൻപ് ഖത്തറിൻ്റെ മണ്ണിൽ വെച്ച് ഫ്രാൻസിനോട് തോറ്റ് കണ്ണീരോടെ മടങ്ങിയ ആ സെമി ഫൈനലിൻ്റെ ഓർമ്മകൾ ഇന്നും മൊറോക്കോക്കാരുടെ മനസ്സിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ബോസ്റ്റണിൽ അവർ ഇറങ്ങുന്നത് വെറുമൊരു അണ്ടർഡോഗ് ആയിട്ടല്ല, മറിച്ച് ഫ്രാൻസിന് തുല്യരായ യോദ്ധാക്കളായിട്ടാണ്. എംബാപ്പയും ഡെംബാലയും പോലുള്ള വൻ സന്നാഹങ്ങളുമായി വരുന്ന ഫ്രാൻസിനെതിരെ പരിക്കിൻ്റെ വേദനയും പേറി ബ്രാഹിം ഡയസും അയൂബ് ബൊവാഡിയും അടങ്ങുന്ന മൊറോക്കോയുടെ ചുവന്ന പട പോരാടുമ്പോൾ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരായ ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയം അവർക്കൊപ്പമായിരിക്കും. കാരണം ഇത് വെറുമൊരു കളിയല്ല, സ്വപ്നം കാണാൻ ധൈര്യം കാണിച്ച ഒരു കൂട്ടം മനുഷ്യർ തങ്ങളുടെ ചോരയും കണ്ണീരും കൊണ്ട് ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി ചേർക്കാൻ നടത്തുന്ന പ്രാണൻ്റെ പോരാട്ടമാണ്. വെബ് ഡെസ്ക് തത്വമീ ന്യൂസ്.